എന്നോട് കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ എംബാപ്പേനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന ഒരാളല്ലേ, പുള്ളിയെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളല്ലേ, പിന്നെ നീ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് എംബാപ്പേനെ വലിയൊരു പ്ലെയറായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ എന്നൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ റയൽ മാഡ്രിഡ് എംബാപ്പേനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വേൾഡ് കപ്പ് എംബാപ്പെ ഈസ് എ ഡിഫറെൻറ്റ് മാൻ. അത് കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ടൂർണമെൻറ്റ് തന്നെ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും, വേൾഡ് കപ്പാണ്, എനിക്ക് കുറച്ച് ഗോൾ അടിക്കണം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളി കളിക്കുന്നത്. ടീമിനെ വിജയിപ്പിക്കണം, ഞാനാണ് ടീമിൻ്റെ ലീഡർ, ഞാനാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള ആ ഒരു ബോധം എംബാപ്പയ്ക്ക് വേൾഡ് കപ്പ് ഓണാകുന്ന സമയത്ത് പുള്ളിക്ക് വരും. ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ മാച്ചിനെതിരെ നമ്മൾ വീണ്ടും കണ്ടു എംബാപ്പെ ജസ്റ്റ് ലീഡ് ദ ടീം ഇൻ ടു ദ റൗണ്ട് ഓഫ് 16. സ്വീഡന് 3-0 3-0 എന്നുള്ള ഒരു സ്കോറിൽ ലിറ്ററലി കില്ല് ചെയ്തു. 3-0 എന്നുള്ള സ്കോറിൽ ഒതുങ്ങിയത് സ്വീഡൻ്റെ ഭാഗ്യമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, പിന്നെ എൻ്റെ വേൾഡ് കപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. സോ 3-0 എന്നുള്ള സ്കോറിന് ഫ്രാൻസ് ഈ ഒരു മാച്ചിൽ 25 ഷോട്ട് എങ്ങാണ്ടായിട്ട് എടുത്തത്. 25 ഷോട്ട്, 25 ഷോട്ട്, അതിൽ 12 എണ്ണം ഓൺ ടാർഗറ്റ്. അവർക്ക് 3 എണ്ണം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. അയ്യോ, ഇറ്റ്സ് ദെയർ അറ്റാക്ക് നമുക്ക് ഓൾറെഡി അറിയാം. ബാർക്കോള, ഡംബെലെ, ഒലീസെ, കിലിയൻ എംബാപ്പെ. വാട്ട് ആൻ അറ്റാക്ക്. ഒലീസനെ ഇപ്രാവശ്യം അവർ നമ്പർ 10 റോളാണ് കളിപ്പിച്ചത്. റൈറ്റ് വിങ്ങിലല്ല, റൈറ്റ് വിങ് ഡംബലെയാണ് കളിച്ചത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കളിക്കാറാണ് പതിവ്. എൻ്റെ മോനെ ദശാംസ് ലിറ്ററലി ഓരോ ഷോട്ട് കഴിയുമ്പോഴും ബാർക്കോളൻ്റെ ഷോട്ട് ആയിക്കോട്ടെ, ഒലീസൻ്റെ ഷോട്ട് ആയിക്കോട്ടെ, ഡംബലിൻ്റെ ഷോട്ട് ആയിക്കോട്ടെ, എംബാപ്പേൻ്റെ ഷോട്ട് ആയിക്കോട്ടെ, ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ തലയെ കൈവച്ച് പോകും. ഒന്നല്ലേ സെലിബ്രിറ്റിയും മതി തലയെ കൈവച്ച് പോകും. അപ്പുറത്ത് സ്വീഡനിലാണെന്നുണ്ടെങ്കിൽ വിക്ടർ കാരിസ്, അലക്സാണ്ടർ ഇസാക്ക്, ഇലാങ്ക, ഇവർ 3 പേരെയുമാണ് എനിക്കറിയുന്നത്. സോ എനിക്ക് പേഴ്സണലി അറിയുന്നത്, ഐ മീൻ അവരുടെ മാച്ചസ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാച്ചസ് ഒക്കെ കാണുന്നത് ലിറ്ററലി അവരുടെ ഒരു സൈഡാണ്. ഇസാക്കിൻ്റെ ലിവർപൂൾ ആയിക്കോട്ടെ, ഗ്യോക്കറിസിൻ്റെ ആഴ്സണൽ ആയിക്കോട്ടെ, ലാങ്കൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് ആയിക്കോട്ടെ, ഈ ഒരു 3 പേരുടെയാണ് എനിക്ക് ഒരു നോൺ പ്ലെയേഴ്സ് ആയിട്ട് അതിലുള്ളത്. ഇവർ 3 പേർക്കും വല്ലപ്പോഴും ഒക്കെ ഒരു ബോൾ കിട്ടിയാൽ 61% പൊസിഷൻ ഗോസ് ടു ഫ്രാൻസ്. ബാക്കി 39% മാത്രമേ സ്വീഡൻ്റെ കയ്യിലുള്ളൂ. അയ്യോടെ ഈ ഫ്രാൻസിൻ്റെ ഈ അറ്റാക്കിനെ കുറിച്ച് എന്താ പറയാം. ചിലരൊക്കെ പേരിന് മാത്രം വലിയ അറ്റാക്ക് ഉണ്ട്, പക്ഷെ വലിയ അറ്റാക്കുകളൊന്നും പേഴ്സണലി കാണാറില്ല ആ ഒരു മാച്ചിൽ, ആ ഒരു ഗ്രൗണ്ടിൽ. പക്ഷേ ഈ ഫ്രാൻസിൻ്റെ അങ്ങനെയല്ല. പൊതുവേ ഞാൻ ഫ്രാൻസിൻ്റെ ലൈനപ്പിലോട്ട് വരാം. ഗോൾ കീപ്പർ മൈക്ക്, അങ്ങനെ ആ പുള്ളി തന്നെ ആസ് യൂഷ്വൽ നമ്മൾ നടക്കുന്ന പോലെ. CB ആയിട്ട് ഉപ്പമെക്കാനോയും, പിന്നെ അതുപോലെ തന്നെ സാലിബിയും. ലെഫ്റ്റ് ബാക്കിൽ റൈറ്റിൽ കൂണ്ടെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് ചൗമേനിയും, പിന്നെ അതുപോലെ തന്നെ റാബിയോട്ടും. നമ്പർ 10 റോളിൽ ഒലീസെ, റൈറ്റ് വിങ്ങറായിട്ട് ഡംബലെ, ലെഫ്റ്റ് വിങ്ങായിട്ട് ബാർക്കോള, സ്ട്രൈക്കറായിട്ട് എംബാപ്പെ. സാധാരണ ലെഫ്റ്റ് വിങ്ങിൽ ദസേരദുവാണ് ഇറങ്ങാറുള്ളത്. പുള്ളിയെ അവർ മാറ്റി പരീക്ഷിക്കുക. സ്റ്റാർട്ടിംഗ് ലെവലിൽ ബാർക്കോളെ ഇറക്കി നോക്കി, അത് നല്ല പോലെ വർക്കായിട്ടുണ്ട് ബാർക്കോളെ ഇറക്കിയത്. ബാർക്കോള നമുക്കറിയാം ഭീകര ഡ്രിബ്ലിങ്ങും ഭീകര പാസിംഗ് അല്ല, ഐ മീൻ ബോൾ കൊണ്ടുപോയി സ്പേസിലോട്ടൊക്കെ ഇടിച്ചു കയറാൻ പറ്റിയ ടൈപ്പ് പ്ലെയറാണ് ഈ ഒരു ബാർക്കോള എന്ന് പറയുന്നത്. സോ ദസേരദു വരുന്നെങ്കിൽ ഒരു സിൽക്കി സ്മൂത്ത് പ്ലെയർ, ആൾസോ ഫാസ്റ്റ് ആണ് വെൻ കമ്പയറിങ് ഇൻ ടു അതർ പ്ലേയേഴ്സ്. ഫ്രാൻസിലുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദസേരദു അത്രയും ഫാസ്റ്റല്ല, പക്ഷേ ബോൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ദസേരദു ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷേ ഈ ബാർക്കോളനെ ഇറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡി ആവാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ഈ ഒരു മിഡ്ഫീൽഡിലും ഡിഫൻസിലും ദശാംശനും നല്ല വിശ്വാസമുണ്ട്. പിന്നെ സ്വീഡൻ എന്ന് പറയുന്നത് അത്രയധികം ഭീകര ടീമൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടാക്ടിക്സാണ് പുള്ളി ഫ്രാൻസിൻ്റെ യൂസ് ചെയ്തത്. ലിറ്ററലി ഫസ്റ്റ് ഹാഫിൽ ബാർക്കോളയുടെ ഭാഗത്ത് നിന്നും നല്ല 2-3 അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ഒലീസയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഒലീസയ്ക്കൊക്കെ ഒലീസേൻ്റെ ഒരു ബൈസിക്കിൾ കിക്കൊക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് മിസ്. അതിൻ്റെ റീബൗണ്ട് ഡംബലെ അടിച്ചു, അതും ഗോളായില്ല. അതിന് ഒലീസ എംബാപ്പയ്ക്ക് ഇട്ട് കൊടുക്കുന്നു, എംബാപ്പെ ഒലീസയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. ഒലീസയ്ക്ക് ഒരു ഓപ്പൺ ചാൻസ് ഒക്കെ കിട്ടിയിരുന്നു, പക്ഷേ അത് ഗോളാക്കാൻ പറ്റില്ല. പുള്ളിക്ക് 2 അസിസ്റ്റൻ്റ് ഈ ഒരു മാച്ചിൽ 8.8 റേറ്റിംഗ് ഒക്കെ സോഫ സ്കോർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ദാറ്റ് വാസ് ഓൾ ബ്യൂട്ടിഫുൾ. പക്ഷേ ഒലീസെ അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും ഈ ഒരു മാച്ചിൽ ഗോൾ സ്കോർ ചെയ്യണമായിരുന്നു, എസ്പെഷ്യലി ഓൺ ദാറ്റ് ബൈസിക്കിൾ ആൻഡ് ദാറ്റ് ഓപ്പൺ ഗോൾ. ആ ഗോൾ കീപ്പറുമായിട്ട് 1-on-1 ആ ഒരു ഗോളും, അത് രണ്ടും മിസ് ചെയ്തു. ഒലീസ ഒരു ഗോൾ ഡിസേർവിംഗ് ആണ് ഈ ഒരു മാച്ചിൽ ലിറ്ററലി. പിന്നെ പറയാനുള്ളത് കിലിയൻ എംബാപ്പെ. പുള്ളിയെക്കുറിച്ച്, എംബാപ്പേനെ കുറിച്ച് ഞാൻ എന്താ പറയാം. സ്പീഡി, ബ്രില്യൻറ്റ്, കണ്ണിങ്, സ്റ്റണ്ണിങ്, പവർഫുൾ, ഫാസിനേറ്റിംഗ്. ഈ ചെങ്ങനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഫ്രാൻസിൽ. അയ്യോ, ഈസ് ആക്സലറേഷൻ വാസ്, നമുക്കറിയാം ഓൾറെഡി പുള്ളിയുടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. ഹി വാസ് ബീസ്റ്റ് ഓൺ ദാറ്റ് മോഡ്.
പക്ഷേ ഇൻസൈഡ് ദ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ പുള്ളി എവിടെയാണോ അർജന്റീനക്കെതിരെ നിർത്തിയത് ആ ഒരു സെയിം പരിപാടി ഇത് നോക്കൗട്ടിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൗട്ടിൽ നല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെസ്സിയും എംബാപ്പയായിട്ട് ഇപ്പോൾ ഒരു ഗോളിൻ്റെ ഡിഫറൻസ് ഉള്ളൂ ഫോർ ഓൾ ടൈം ഗോൾ സ്കോറേഴ്സ്. ഇവർക്ക് വെവ്വേറെ രണ്ടുപേർക്കും പ്രാന്താണ് ഗോൾ അടിച്ച് കൂട്ടിയ വേൾഡ് കപ്പിൽ. വേൾഡ് കപ്പാണ് ഇതൊരു പ്രഷർ സിറ്റുവേഷൻ ആണെന്നുള്ളൊരു ബോധമൊന്നുമില്ല. നമുക്ക് ഏതൊരു ചെണ്ട മറ്റേ ലാലിഗയിൽ ഏതൊരു ചെണ്ട ടീമിനെ കിട്ടിയ പോലെ അടിക ഗോള്. എൻ്റെ മോനെ എംബാപ്പെ ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ളിൽ തന്നെ എംബാപ്പെ ഒരു ഗോൾ സ്കോർ ചെയ്തു ഒലീസിൻ്റെ അസിസ്റ്റിൽ നിന്നും, പിന്നെ ഡംബലിൻ്റെ അസിസ്റ്റിൽ നിന്നും. സെക്കൻഡ് ഹാഫിൽ ഒരു രണ്ടും കിടിലൻ ഗോള്. അയ്യോ അടിപൊളി ഗോള്, ഒന്നും പറയല്ല. എംബാപ്പെ ഈസ് ആൾസോ സ്കോർഡ് നൗ 6 ഗോൾസ്. 6 ഗോൾ സ്കോർ ചെയ്തു. മെസ്സിയും എംബാപ്പയും ടോപ്പ് സ്കോറേഴ്സ് ആയിട്ട് അവിടെ അങ്ങനെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാർക്കോളി ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെയാണ് 3 ഗോള് ആയത്. ഡംബലേക്ക് ഒരു അസിസ്റ്റും ഉണ്ട്. അങ്ങനെ 3-0 എന്നുള്ള സ്കോറിൻ്റെ മാച്ച് അവസാനിച്ചു. ഗ്യോക്കരസും ഇസാക്കും 1-2 ഷോട്ടൊക്കെ അപ്പുറത്തുനിന്ന് ട്രൈ ചെയ്യുന്നുണ്ടെന്നല്ലാതെ പറ്റണ്ടേ അവർക്കൊക്കെ. 2 വുഡ് വർക്ക് കണ്ടായിട്ടുണ്ട് ഫ്രാൻസിൻ്റെ കേട്ടോ. പക്ഷെ ബട്ട് സ്റ്റിൽ പറ്റണ്ടേ. ഈ ഒരു ചോമേനി നല്ലൊരു കളിയായിരുന്നു, സാലിബ ഒപ്പമകാനോ നല്ല കളിയായിരുന്നു. പിന്നെ ഗോൾ കീപ്പറിന് വലിയ ചലഞ്ച് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ റാബിയോട്ടാണ് ഇച്ചിരി ഒരു മോശം കളിയെ കളിച്ചത്. പക്ഷേ ബട്ട് സ്റ്റിൽ റാബിയോട്ടിൻ്റെ ഭാഗത്തു നിന്ന് നല്ല നല്ല ചെറിയ ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല ബോളിൽ റാബിയോട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് മിഡ്ഫീൽഡറാണ്. നമുക്ക് അറിയാം, യുവൻറ്റസിലേക്കൂടെ PSG കളിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഡയഗണൽ ബോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷേ അതൊന്നും ഫ്രാൻസിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം ഒലീസെ അവിടെ ത്രൂ ബോളുകൾ കൊടുക്കുന്നു, ഇന്ന് എംബാപ്പയും ത്രൂ ബോളുകൾ കൊടുക്കുന്നു, ഡംബലെ അവിടെ ത്രൂ ബോളുകൾ കൊടുക്കുന്നു, അവിടെ ബാർക്കോളെ അവിടെ ഭീകര അറ്റാക്കിങ് നടത്തുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ദിവസേ ഫ്രാൻസിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഡേഞ്ചറസ് സൈഡ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇൻ കേസ് ആരെങ്കിലും ഒരാൾ അറ്റാക്കിൽ ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ദസേരതുവേ വരാനുണ്ട്, മറ്റേ ഗസ്റ്റോ പുള്ളി വരാനുണ്ട്. ഓ ഒന്നും പറയാനില്ല ഈ ടീമിനെ കുറിച്ച്. ജപ്പാൻ്റെ മറ്റേ പ്ലെയർ പറഞ്ഞായിരുന്നു ഈ അർജൻറ്റീനയും ഫ്രാൻസുമാണ് ഈ ഒരു സ്ട്രോങ് ടീം. അവർ ഓപ്പോസിറ്റുള്ളത് ബ്രസീലായിരുന്നു, അവർക്ക് വരാനുള്ളത്. ബ്രസീലിനെ ഞങ്ങളങ്ങനെ സ്ട്രോങ് ടീമായിട്ട് കണ്ടില്ല. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ജപ്പാൻ ബ്രസീലിനായിട്ട് പൊട്ടി. ഓക്കെ, അത് വേറെ സൈഡ്, ഞാൻ വെറുതെ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ആ പുള്ളി പറഞ്ഞ കാര്യമാണ് അർജൻറ്റീനയും ഫ്രാൻസുമാണ് ഈ ഒരു ടൂർണമെൻറ്റിലെ ഏറ്റവും സ്ട്രോങ് ടീം എന്ന് പറഞ്ഞത്. അർജൻറ്റീന എനിക്ക് അത്രയും ഫ്രാൻസിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സ്ട്രോങ് തന്നെയാണ് അർജൻറ്റീന, അല്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ഫ്രാൻസ് ഈസ് ഇവരെ പേടിക്കണം. ഈ വേൾഡ് കപ്പ് അടിക്കാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് ആണ് ഇവർ എന്നുള്ളത്. സോ ആരായിരിക്കും, ഏത് ബിഗ് മാച്ച് ആയിരിക്കും ഫ്രാൻസ് തമ്മിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഫ്രാൻസിന് ഇനി ആരോ ഒപ്പോണൻറ്റ് ഞാൻ താഴെ ഇവിടെ വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ മാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഫ്രാൻസിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും എനിക്ക് ഇതാണ് പറയാനുള്ളത്. സോ കണ്ടന്റ് ഇഷ്ടമാണ്, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.